പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യേശയ്യ 41:17 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ചു കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ. വചനം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നത്. ഈ തിരുവചനം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. വേദനിക്കുന്നൊരവസ്ഥയിൽ കൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ചു കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണങ്ങിയ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആ അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശോ നൽകുന്ന വലിയൊരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു വാഗ്ദാനമാണ്. വേദനിച്ച് ആകുലപ്പെട്ട് അസ്വസ്ഥതയാൽ നാളെയെക്കുറിച്ച്, ജീവിതഭാരത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, ജോലി സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച്, രോഗപീഠകളെക്കുറിച്ച് അങ്ങനെ വേദനിക്കുന്ന അനേകം പേർക്ക് ദൈവം നൽകുന്ന ഒരു വലിയൊരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളുമെന്ന്. ഈശോ നമുക്ക് ഉത്തരം തരും. പ്രിയപ്പെട്ടവരെ, വേദനിച്ച് ഈശോയുടെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കുന്നൊരവസ്ഥയാണോ? ആ അവസ്ഥയിൽ ഉത്തരം നൽകി നമ്മെ കാത്തു സൂക്ഷിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം നമ്മോട് പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ലെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തെല്ലാം വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, എന്തെല്ലാം തളർച്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും, വാഗ്ദാനമാണ് ഈശോയുടെ. ആ ഈശോ നമുക്ക് നൽകുന്നൊരു ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കൈവിടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.